ഇങ്ങോട്ട് പോകണമല്ലോ. അതിനകത്ത് ഒരപ്പം മുറിക്കണ്ടേ? അമ്മ അപ്പം മുറിക്കണ ദിവസമല്ല, പെസക അല്ല കേട്ടോ. ഇന്ന് പെസക ഇനിയുണ്ട്, 3-4 മാസം കൂടി ഉണ്ട്. ഉദരത്തിനായിരിക്കണേ ഈശോയെ, ഞങ്ങൾ നേരെ തിരിക്കണേ. കാരുണ്യവും വാത്സല്യവും മാതൃക എന്ന് പറഞ്ഞാൽ കന്യാ പറയുമേ. ഈശോ ഇട്ടിട്ട് ഈശോ വിശാല വാഗ്ദാനക്ക് ഞങ്ങൾ യോഗ്യരാകുക. സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവെ, മുഴുവൻ വർഷവും ഒന്നോസ്കാരം വീണ് കിടക്കുന്ന ഈ കുടുംബത്തെ തർക്കം എപ്പോഴും പരിശുദ്ധ കന്യായിരിക്കുന്ന മർത്താമറിയത്തിൻ്റെ അപേക്ഷയിലെ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ ഞങ്ങളെ കാത്തുവന്നു. ഈ അപേക്ഷയൊക്കെ ഞങ്ങളുടെ കർത്താവ് ഈശോ വഴിയായി ഞങ്ങൾക്ക് സാധിച്ചു തന്നമേ. പരിശുദ്ധരാജ്ഞി കന്യയുടെ മാതാവേ സ്വസ്തി, ഞങ്ങളുടെ ജീവനും അതിലെ ശരണമേ സ്വസ്തി. ഔവ്വയുടെ പുറന്തള്ളപ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങേപ്പക്കം നിലവിളിക്കുന്നു. കണ്ണീരിൻ്റെയും താഴ്വരയിൽ മിങ്ങിക്കരിഞ്ഞ് ഞങ്ങൾ അങ്ങേപ്പക്കം നിലവിൽപ്പെടുന്നു. ആയാൽ അങ്ങയുടെ മധ്യസ്ഥം അങ്ങേ പ്രവാസശേഷം ഉദരത്തിൻ്റെ അനുഗ്രഹഫലമായി ഈശോയെ ഞങ്ങളുടെ നേരെ തിരിക്കണേ. കാരുണ്യവും വാത്സല്യവും മാധുര്യം നിറഞ്ഞ കന്യക പറയുന്നേ. ഈശോ വിശാല വാഗ്ദാനക്ക് ഞങ്ങൾ യോഗ്യരാകുക. സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പിന്നെ കണ്ണിൻ്റെ കണ്ടമാനം വെളുപ്പ് ഈ ഇവിടെ ഇങ്ങനെ ഇവിടെ കണ്ട് കണ്ണിന്റെ അകത്ത വെളുപ്പല്ലേ? കണ്ണിന്റെ അകത്ത വെളുപ്പല്ലേ? അതെന്നായിരിക്കും? ആ കണ്ണിനകത്തോളം വെളുപ്പ് തേച്ച് ഒളിക്കാഞ്ഞിട്ടായിരിക്കും. ചെറിയ പോയില്ലായിരിക്കും. ചെളി പോകാഞ്ഞിട്ടല്ല, ഇവിടെയൊക്കെ ചെറിയ കറുപ്പ് നേരത്തെ ഉള്ളല്ലേ. കണ്ണിന്റെ പുറത്തൊക്കെ ചെളി കാണും. കളി കാണും, അതായിരിക്കും. ഈശോ വിശാല വാഗ്ദാനങ്ങൾ യോഗ്യരാകുക. സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവെ, മുഴുവൻ വയസ്സുള്ള കൊന്തോസ്കാരം വീണ് കിടക്കുന്ന ഈ കുടുംബത്തെ തർക്കം എപ്പോഴും പരിശുദ്ധ കന്യായിരിക്കുന്ന മർത്താമറിയത്തിൻ്റെ അപേക്ഷയിലെ സകല ശത്രുക്കളുടെ ഉപദ്രവവും ഞങ്ങളെ കാത്തു കൊള്ളണമേ. ഈ അപേക്ഷകൾക്ക് ഞങ്ങളുടെ കർത്താവ് ഈശോ വിശയ വഴിയായി ഞങ്ങൾക്ക് സാധിച്ചു തന്നമേ. പരിശുദ്ധരാജ്ഞി കന്യയുടെ മാതാവെ സ്വസ്തി, ഞങ്ങളുടെ ജീവനും അതിലെ ശരണമേ സ്വസ്തി. ഔവ്വയുടെ പുറന്തള്ളപ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങേപ്പക്കം നിലവിളിക്കുന്നു. കണ്ണീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് മെങ്ങിക്കരിഞ്ഞ് ഞങ്ങൾ അങ്ങേപ്പക്കം നെടുവപ്പെടുന്നു. ആയാൽ അങ്ങയുടെ മധ്യസ്ഥം അങ്ങേ പ്രവാസശേഷം ഉദരത്തിൻ്റെ അനുഗ്രഹഫലമായി ഈശോയെ ഞങ്ങളുടെ നേരെ തിരിക്കണേ. കാരുണ്യവും വാത്സല്യവും മാധുര്യം നിറഞ്ഞ കന്യമാണ് ഈശോ വിശാലം. ഇന്ന് അപ്പം മുറിക്കേണ്ടതാണല്ലോ. ഇന്നോ? ഇന്ന് അപ്പം മുറിക്കണ ദിവസമൊന്നുമല്ല. മുറിക്കേണ്ട ദിവസമല്ലേ? അല്ലല്ല. ഏയ്, ആര് പറഞ്ഞു? അപ്പം മുറിക്കണ ഈസ്റ്ററിന്, അതിനി കിടക്കുക. 2-3 മാസം കൂടെ കിടപ്പുണ്ട് എന്നതാ അപ്പം മുറിക്കാനായിട്ട്. ആര് കിടപ്പുണ്ട്? ഇതിപ്പോ ഡിസംബറാ, ക്രിസ്മസ് കിടപ്പില്ല. ക്രിസ്മസ് ആകുന്നേ ഉള്ളൂ. ക്രിസ്മസ് ഇല്ലേ? ക്രിസ്മസ് ആകുന്നേ ഉള്ളൂ. എന്നാവുന്ന ക്രിസ്മസ് ഇല്ലേ? ക്രിസ്മസ് ആകുന്നേ ഉള്ളൂ. ഈസ്റ്റർ അല്ല, ഈസ്റ്ററിന് ഇനിയും കിടക്കുക 3-4 മാസം കൂടെ. ആരെ കണ്ടില്ല അമ്മേ? ക്രിസ്മസ് ആകുന്നേ ഉള്ളൂ. ശരി. ഈ മാസം 2-3 ദിവസം കൂടെ കഴിഞ്ഞാൽ ക്രിസ്മസാ. അത് ഈസ്റ്ററിനല്ലേ? ഈസ്റ്റർ അല്ലേ ഇപ്പം? അല്ലല്ല, ഇപ്പൊ ക്രിസ്മസ്. ഉണ്ണിയുടെ പിറവി. ഉണ്ണി പിറവി. ഈശോയുടെ ഈസ്റ്റർ പരിപാടികൾ നടത്തുന്നത്. ഈസ്റ്റർ മറ്റേ കുരിശി തറച്ച് ഉയർപ്പൊക്കെ അല്ലേ? അതിനി കിടക്കണം, 3-4 മാസം കൂടെ കിടക്കണം കേട്ടാ. ക്രിസ്മസ് 6 മാസം കൂടെ ഉണ്ടോ? 3 മാസം, 3-4 മാസം, 90 ദിവസം. അത് കഴിയുമ്പോഴത്തേനാണ് നമുക്ക് ഈസ്റ്റർ അപ്പം മുറി. ആരാണ്ട് ഫോൺ വിളിക്കുന്നുണ്ട്, അമ്മയുടെ കാര്യം. സുഖമായിട്ടിരിക്കുമല്ലായിരുന്നോ? മലായിരുന്നൊക്കെ കുറിച്ച് ചോദിക്കുന്ന. ഇന്ന് അപ്പം മുറിക്കേണ്ട ദിവസമല്ലേ? ഇന്ന് അപ്പം മുറിക്കേണ്ട ദിവസമല്ല അല്ലേ? ഇനി എന്നാ അപ്പം മുറിക്കണതിന് 3-4 മാസം കൂടെ ഉണ്ട്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഒക്കെ ആവും. അത്രയാവോ? അപ്പൊ ഈസ്റ്റർ അങ്ങനെയല്ലല്ലോ വെച്ചിരിക്കണേ. അതെ, ഈസ്റ്റർ അങ്ങനെയാ. മാർച്ച്, ഏപ്രിൽ അല്ലേ? ഈ മാസത്തിലല്ലേ? ഈ ആഴ്ചയിലല്ലേ? അല്ലല്ല, ഈ ആഴ്ച ക്രിസ്മസാ ഈ ആഴ്ച. പെസഹാഴ്ച കഴിഞ്ഞല്ലേ ഈസ്റ്റർ? പെസഹാഴ്ച കഴിഞ്ഞ്. ഇനി പെസഹാഴ്ച ആയില്ല. ഇനി പെസഹാഴ്ചക്ക് ഇനിയും കിടക്കും. ഇനി ഉണ്ണി പറക്കാൻ പോണേ ഉള്ളൂ. ഉണ്ണി പറന്ന് ജീവിച്ചായിട്ടാണ് മരിക്കുന്നത്. അപ്പം പുഴുങ്ങണമായിരിക്കും. അപ്പം പുഴുങ്ങണം.
അത് നമ്മളെല്ലാ കടം പുഴുങ്ങണമല്ലേ? പിന്നെ ആ അത് നമ്മൾ പുഴുങ്ങും. വർഷം തോറും അപ്പം പുഴുങ്ങണം. അത്യാവശ്യ കാര്യമാണ്. പിന്നെ ഈശോയുടെ കാലത്ത് ആ എല്ലാ വർഷവും നമ്മൾ പുഴുങ്ങുന്നതല്ലേ? അതിനൊന്നും വലിയ ചിലവൊന്നുമില്ല. ചിലർക്ക് ഭയങ്കര പേടിയാണ്. ചിലവാണ്. ആ ചിലവാന്ന് അതെ. ഇച്ചിരി കഷ്ടപ്പെടണമെന്നേ ഈ തേങ്ങാ ചിലവൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത് കൂടാതെ പറ്റിയല്ലോ. പറ്റിയല്ല, ഇച്ചിരി കഷ്ടപ്പെടണം എന്നല്ലേ ഉള്ളൂ. തേങ്ങായും ജീരകമൊക്കെ വേണം. ആ ഇച്ചിരി കഷ്ടപ്പാടുമുണ്ട്. പാല് പിഴിയണം. ഒരു വർഷത്തിലൊരു പ്രാവശ്യമല്ലേ ഉള്ളൂ. ആ ഉള്ളൂ. പാല് പിഴിയണം. അത് ഭംഗിയാക്കി തന്നെ നടത്തണം. അന്നൊക്കെ ഞങ്ങളൊക്കെ ആയിരുന്നപ്പം പുറത്തുള്ളവർക്ക് ഹിന്ദുക്കളായിട്ടുള്ളവർ ഒത്തിരി പേരുണ്ട്. അവർക്കൊക്കെ അപ്പം കൊടുക്കുമായിരുന്നു. ആ പണ്ടൊക്കെ കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ഉള്ള പിള്ളേർക്കൊന്നും അത് കഴിയില്ല, ഉണ്ടാക്കാൻ കഴിയില്ല, കൊടുക്കാൻ കഴിയില്ല. പിന്നെ നമ്മൾ എവിടെയൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. വൈകുന്നേരം വൈകിട്ട് സന്ധ്യ ആയപ്പം ഞങ്ങൾ അപ്പം മുറി കഴിഞ്ഞേച്ചും പിന്നെ അവർക്ക് അപ്പം കൊണ്ട് കൊടുക്കും. എന്നാൽ അവരൊക്കെ മുറിച്ച് തിന്ന് പാലും ഒക്കെ കൊണ്ടു കൊടുക്കും. അതൊക്കെ മുക്കി തിന്നച്ചും ഒരു കിടക്കും. അങ്ങനെയായിരുന്നു. നമ്മുടെ കൂടെ പങ്കെടുക്കുമായിരുന്നു. എല്ലാ കാര്യത്തിനും എല്ലാവരും പങ്കെടുപ്പിക്കണ്ടേ? പിന്നെ അല്ല, ഈശോ എല്ലാവർക്കും വേണ്ടിയിട്ട് ജീവിച്ച ആളല്ലേ? എല്ലാവർക്കും വേണ്ടിയിട്ട് സ്വയം വരി കഴിച്ചില്ലേ? ഇന്നത്തെ പിള്ളേർക്കേ അതൊന്നും കഴിയില്ല എല്ലാവർക്കും കൊടുക്കാനൊന്നും. ഇന്നുള്ളവർക്ക് അതൊന്നും കൊടുക്കാൻ കഴിയില്ല എല്ലാവർക്കും. ഇന്നത്തെ മക്കളൊന്നും നോക്കണം. ഒന്നും രക്ഷയില്ല, അവർക്കൊന്നും താല്പര്യമില്ല. പണ്ട് അങ്ങനെയല്ല. പണ്ട് നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടും ഇത്ര കാര്യമായിട്ട് ഇപ്പൊ നിങ്ങളങ്ങനെ ശീലിപ്പിച്ചില്ലതാ. ശീലിപ്പിച്ചിട്ടുമില്ല. അല്ല നമ്മളൊക്കെ കണ്ടു കേട്ട് വന്നല്ലേ. നമ്മൾ ചെറുപ്പം മുതൽ ശീലിപ്പിച്ച് ഓരോ വർഷം ഓരോന്നും ചെയ്യിച്ച് പഠിപ്പിക്കണം. അതേന്നേ, എന്തെങ്കിലും അത് മനസ്സിലാവുള്ളൂ. ഇന്ന കേസാണെന്ന് അതിന്റെ എല്ലാ അർത്ഥങ്ങളും പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കണം. എന്തെങ്കിലും ഉള്ളു അതുങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇന്നുള്ള പിള്ളേർക്ക് അതിനോടൊന്നും അവർക്കൊരു തമാശ പോലെയാ. ഇന്നുള്ളവർക്ക് അങ്ങനോടൊന്നും താല്പര്യമില്ലെന്നേ. ഇന്ന് പഠിപ്പിക്കുക, എന്നിട്ട് വേണം അവർക്ക് അതെല്ലാം മനസ്സിൽ വെച്ചോണ്ട് അവര് മുന്നോട്ട് ഓരോ കാര്യം നടത്താൻ. എന്നും കാരണവന്മാര് കാണിയല്ല. അപ്പൊ അവര് എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ ആദ്യമൊക്കെ അവരുടെ കൂടത്തെയും കാരണവന്മാരും കൂടെ കൂടി അപ്പം മുറിക്കാൻ കൂടാനായിട്ട് എല്ലാം കൊണ്ട കൊടുക്കുകയൊക്കെ ചെയ്യും. അത് കഴിയുമ്പോൾ അവർക്കറിയാം അതൊക്കെ. പിന്നെ പിറ്റേ വർഷമാകുമ്പോഴത്തേനും വിഷമയില്ല. മറ്റേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനവിടെ പോയതാ? ഞാൻ കുറുപ്പന്തറയ്ക്ക് പോയതായിരുന്നു. പോയതാ. അതില്ല, രാത്രി ആയില്ല. ഇപ്പം ഉച്ച കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പം 3 മണി ആയത്. മഴയൊന്നും പെയ്യത്തില്ല, ഭയങ്കര ചൂടാ. പുറത്ത് നല്ല വെയിലാ. നമ്മ കട്ടനെല്ലാം ഇങ്ങനെ വലിച്ചിട്ടിരിക്കുന്നുണ്ടല്ലോ, അറിയാത്ത. മഴയൊന്ന് പെയ്ത് പോകുന്നതാണ് കേട്ടോ. മഴ പെയ്തല്ലേ നമുക്ക് പനി പിടിച്ചു. ചൂടേ. അപ്പം പുഴുങ്ങാറായില്ലമ്മേ. ഏയ്, അതിന് 3-4 മാസം കൂടെ കഴിയണം. 3-4 മാസം കൂടെ കഴിയണം. അന്നേരപ്പം ഈസ്റ്റർ ആവുള്ളൂ. ഈസ്റ്റർ അന്നേരപ്പോഴല്ലേ ആവുള്ളൂ ഉയർപ്പ്. ഈസ്റ്റർ എന്ന് പറയുമ്പോൾ ക്രിസ്മസ് ഈസ്റ്ററോടുകൂടിയല്ലേ ഇത് ആരംഭം. ഈസ്റ്ററിന് നോയമ്പൊക്കെ ഇല്ലേ? നോയമ്പ്, വലിയ നോയമ്പ്. വീടാൻ പോവല്ലേ? നോയമ്പായില്ല, ഇപ്പൊ ചെറിയ നോയമ്പാ. ക്രിസ്മസിന്റെ നോയമ്പാ. എല്ലാം ശരിയാകും. ഇപ്പം ക്രിസ്മസിന്റെ നോയമ്പാ, ഈസ്റ്ററിന്റെ നോയമ്പല്ല. അങ്ങനെ വേണം. ഇപ്പം നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നതല്ലേ. ഞങ്ങൾ എല്ലാ വർഷവും കൊടുക്കും. പാലും കൊണ്ട് കൊടുക്കും. പാല് കാച്ചത്. അല്ല, മാംസം മുങ്ങിയല്ല അപ്പം പുഴുങ്ങൂലോ. പിന്നെ ഇപ്പോൾ ഉറക്കം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ കുറുപ്പന്തറ വരെ പോയതാ. എന്തിനാ? കുറുപ്പന്തറ ഇവിടെ ഓഫീസിൽ പോയി. നമുക്ക് അവിടെ ഓഫീസ് ഉണ്ടല്ലോ. ഓഫീസേ ഓഫീസ് ഉണ്ടെന്ന്. ഓഫീസ്, ജോലിയുടെ ഓഫീസേ. ജോലി ചെയ്യുന്നതിന്റെ ഓഫീസില്ലേ?
അതിന് പോയതാ. ഇപ്പം 2-3 ദിവസത്തോടെ ജോലിയൊന്നും പറ്റത്തില്ല. അതിനാ ഇതിപ്പോൾ നമുക്ക് ഈസ്റ്റർ കഴിയുന്നവരെ. ഈസ്റ്റർ അല്ലമ്മേ, ഇപ്പം ക്രിസ്മസാ. ഓരോ ജോലി കാര്യങ്ങളല്ലേ. ഇപ്പം ക്രിസ്മസാ വരുന്നത്. ക്രിസ്മസ് കഴിഞ്ഞാണ് ഈസ്റ്റർ. നമുക്ക് അടുത്ത ദിവസം ഇന്ന് ചിലപ്പോൾ ഇതിലെ കരോള് വരുമായിരിക്കും. ക്രിസ്മസിൻ്റെ കരോള് പള്ളിയിൽ നിന്ന്. പണ്ടൊക്കെ ഒത്തിരി പേർക്ക് അപ്പം പുഴുങ്ങി കൊടുക്കുമായിരുന്നു. അപ്പം പുഴുങ്ങി കൊടുക്കുമായിരുന്നു വൈകിട്ട്. നമ്മൾ പാല് കൊടുക്കാത്ത മാമോദിസം വാങ്ങാത്തവർക്ക് മാംസം പാല് കൊടുക്കുകയില്ല. അറിയാൻ മേലാത്തവരോട് പറഞ്ഞുതരാം കേട്ടോ. ഇത് ക്രിസ്ത്യാനികളുടെ അപ്പം മുറിക്കൽ ശുശ്രൂഷ എന്നും പറഞ്ഞൊരു ചടങ്ങുണ്ട് പെസഹ വ്യാഴാഴ്ച. എന്നിട്ട് പാലെന്ന് പറഞ്ഞത് തേങ്ങാപ്പാലൊക്കെ ചേർത്തുണ്ടാക്കണതാണ്. അത് മനുഷ്യർ അപ്പം പുഴുങ്ങിയല്ല ഒരിക്കലും. അത് ബുദ്ധിമുട്ടായിട്ട് അത് തന്നെ. അത് വലിയ ഭാരം വല്ലതും പിന്നെ ഒരു ഭാരമില്ലെന്നേ. ചിലർക്ക് മടിയാന്നേ. അപ്പം പുഴുങ്ങിയില്ലേ പിന്നെ അത് എന്നാ അതിൽ കാര്യം ഒരു കാര്യമില്ല. യേശുക്രിസ്തുവിൻ്റെ രക്തവും മാംസവും ഭക്ഷിക്കാതെ കാര്യമുണ്ടോ? പിന്നെ ഹിന്ദുക്കളായിട്ടുള്ളവരും നമ്മുടെ അയലോക്കത്തുള്ള മറ്റുള്ളവരെ ആൾക്കാർക്കൊക്കെ കുറേശ്ശെ പുഴുകിയത് കൊടുക്കണം. പിന്നെ അവർക്ക് മനസ്സിലാകണ്ടേ. പിന്നെ ഓരോന്നും പിന്നെ അവർക്ക് മനസ്സിലാകണ്ടേ. ബഹുമാനം വേണ്ടേ. പിന്നെ നമ്മുടെ അതൊരു ആഘോഷം കൂടെ അല്ലേ. അതിന് ഞങ്ങൾ എല്ലാ ഭക്ഷണം പുഴുങ്ങി കൊടുക്കും. നമ്മളും കൊടുക്കും. പിള്ളേർക്ക് കുറവാന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഉണ്ടാക്കാനൊക്കെ മടിയല്ലേ പിള്ളേർക്കൊക്കെ. ഇപ്പോൾ ഉള്ള പിള്ളേർക്കൊന്നും സമയമില്ലല്ലോ. പല പരിപാടികളല്ലേ. പണ്ടെന്ന് പറഞ്ഞാൽ അത് വലിയ ആഘോഷമല്ലേ. എല്ലാവരും ഒരുമിച്ച് കൂടുന്നു. വീട്ടിലോട്ട് പോകണ്ടേ? വീട്ടിലോട്ട് പോകണ്ടേ? വീട്ടിലോട്ടോ? ഇനിയിപ്പോൾ ഏത് വീട്ടിൽ പോകാനാ? വീട്ടിലോട്ട്. ഏത് വീട്ടിലോട്ട്? ഞങ്ങളുടെ വീട്ടിലോട്ട്. നമ്മുടെ വീട് ഇതല്ലേ. അപ്പം മുറിക്കണേ ഇവിടെയാണല്ലോ അല്ലേ. പിന്നെ അവിടെ അവര് മുറിച്ചോ. ആരാ? ചെറുക്കന്മാരൊക്കെ ഉണ്ടല്ലോ. എവിടെ? വീട്ടിലേ. ഏത് വീട്ടില്? ഞങ്ങളുടെ വീട്ടില്. ഏതാ ഞങ്ങളുടെ വീട്? ഞങ്ങളുടെ വീട് ഏതാ? ഞങ്ങളുടെ വീട് അവിടെയല്ലേ. എവിടെ? ശ്രീകാപുരം പള്ളി. ശ്രീകാപുരം പള്ളിയുടെ അവിടുത്തെ വീട് ഇതാ. ഈ വീട് ഏതാ? ഈ വീട് ഏതാ? ഈ വീട് ഏതാ? ഈ വീട് ഇപ്പൊ ഉണ്ടാക്കിയതല്ലേ. നമ്മളുണ്ടാക്കിയതാ. ആരുണ്ടാക്കിയത്? ആരുണ്ടാക്കിയത്? കാരണം ഉണ്ടാക്കിയത് സ്ഥലം മേടിച്ചു. ആണോ? നേരത്തെ മേടിച്ചിട്ടായിരുന്നു. ആണോ? ഇറ്റപ്പം മേടിച്ചിട്ട. ആർക്ക് വേണ്ടി മേടിച്ചത്? ആർക്ക് വേണ്ടി മേടിച്ചതാ? ആരെ? ആർക്ക് വേണ്ടി മേടിച്ചതാന്ന്? ആർക്ക് വേണ്ടിയല്ലേ? പൊതു ആയിട്ടാ. അത്യാവശ്യം വന്ന മനുഷ്യർക്ക് സൗകര്യം വേണ്ടേ. അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇവിടെ വീട് പണിതാരാ? പെസഹ വ്യാഴാഴ്ച അപ്പം പുഴുങ്ങാൻ വേണ്ടിയിട്ടും. അപ്പം പുഴുങ്ങാൻ വേണ്ടിയാണ് വീട് പണിതേ? അപ്പം പുഴുങ്ങാൻ വേണ്ടിയാണ് ഈ സ്ഥലം മേടിച്ചിട്ടേ? അപ്പം പുഴുങ്ങി വീട്ടിൽ പുഴുങ്ങും. എന്നുവെച്ചും കൊടുക്കാനുള്ളതൊക്കെ കൊണ്ട് കൊടുക്കും. അല്ല ഇവിടെ വീട് പണിതാരാ? ഈ വീട് പണിതാരാ? ഈ വീട് പണിതത് ആരാ? ഏതാ ഈ വീട്? ഇതൊക്കെ വീട്ടിന് രാത്രി വെള്ളിപ്പനും മക്കളും കൂടെ പണിതതല്ല. ഏത് കുഞ്ഞുകുട്ടനാണോ? കുഞ്ഞുകുട്ടനാണോ? സ്ഥലം മാത്രം നേരത്തെ കാരണവന്മാർ കണ്ടത്. ആണോ? വെള്ളിപ്പം ഇതൊക്കെ. ആണോ? ഇത് മാച്ചേരിപ്പാറയുടെ മുകളിലുള്ള വീടാണോ? ആദ്യത്തെ പഴയ ഇരിപ്പുണ്ട് ഇപ്പോഴും. ആണോ? ഒരു കേടും കൂടാതെ. ഇത് മാച്ചേരിപ്പാറയുടെ മുകളിലുള്ള വീടാണോ? മാച്ചേരിപ്പാറയുടെ മുകളിലിരിക്കുന്ന വീടാണോ? അല്ലേ? മാച്ചേരിപ്പാറ. മാച്ചേരിപ്പാറ പാറയാടൊന്നും ഇല്ല. പിന്നെ എവിടെയത്? പാറയുടെ എങ്ങോട്ടും പോകണ്ട. പിന്നെ ഏതാ? പിന്നെ എവിടെയത് ഈ വീട്? വീട് ഞങ്ങളുടെ അവിടെ ഇല്ലേ. എവിടെ? ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്ത്. അവിടെ അടുത്താണോ വീട്? ആ വീടിൻ്റെ അടുത്താണോ? ആ വീടിൻ്റെ അടുത്താണോ? അതേന്നേ. അതെവിടെയായിട്ടായിരിക്കും? അത് അവിടെയൊക്കെ ഓരോ വീട്ടിലൊക്കെ ഓരോന്നുണ്ട്. നമ്മുടെ ബന്ധത്തിൽപ്പെട്ടവരൊക്കെ അടുത്തൊക്കെയാണ് താമസിക്കുന്നില്ലേ. അപ്പോൾ അവരൊക്കെ അപ്പം പുഴുങ്ങുകയും പാല് കാച്ചുകയൊക്കെ ചെയ്യും. അവരപ്പം പുഴുങ്ങി പാല് കാച്ചട്ടെ. ഉറക്കം വരാറായി. അതിനിപ്പോൾ ഉറക്കം വന്നേ? പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമല്ലായിരുന്നോ? പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഉറക്കം വന്നോ? ഇപ്പം അപ്പം മുറിക്കുകയൊക്കെ ചെയ്യണമല്ലോ. അപ്പം മുറിക്കാൻ സമയമായില്ല.
അപ്പം മുറിക്കാൻ സമയമായില്ലെന്നേ. സമയമായില്ലെങ്കിൽ കിടക്കുന്നതിന് മുമ്പ് അപ്പം മുറിക്കുക കിടന്നു കഴിഞ്ഞാൽ എങ്ങനെ അപ്പം മുറിക്കുന്നേ? പാലും അപ്പമൊക്കെ കാലും കാച്ചി അപ്പവും മുറിച്ച് എല്ലാവർക്കും കൊടുക്കണ്ടേ. ആ ഇതിപ്പോൾ അമ്മ ഉറങ്ങിപ്പോയാൽ എങ്ങനെയാ പാലും കാച്ചുന്നത്? കിടന്ന് ഉറങ്ങി എങ്ങനെയാ പാലൊക്കെ കാച്ചുന്നേ? ഉറങ്ങി എങ്ങനെയാ പാല് കാച്ചുന്നേ? അവിടെ കിടന്ന് ഉറങ്ങിപ്പോയാ പാലൊക്കെ ഉണ്ടാക്കണ്ടേ? ആ 12 മണി രാത്രിയാവും ഒരാഴ്ച കിടക്കുമ്പോൾ. ആ അത് നേരം. പലരും പല സ്ഥലത്തായിരിക്കുമല്ലോ വരണ്ടേ. പിന്നെ എല്ലാവരും ഒരുമിച്ച് വരണ്ടേ? ആരാ അപ്പം മുറിക്കുന്നത്? മഴയൊന്നും ഇല്ലല്ലോ. ഇല്ല നല്ല ചൂടാ. ആരാ അപ്പം മുറിക്കുന്നത്? ആരാ മുറിക്കണോ? ആ അത് കാണുന്നത് നോക്കും. ആണോ? പിന്നെ ഏത് കുഞ്ഞുകൂട്ടനാ? വീട്ടിലിപ്പോൾ ചാച്ചനുള്ളതുകൊണ്ട് ചാച്ചൻ മുറിക്കും. ആ ആരാ കുഞ്ഞുകൂട്ടനാണോ? കുഞ്ഞുകൂട്ടനാണോ? കുഞ്ഞുകൂട്ടനോ? അതേ. ആണോ? ആ അതും അവരൊക്കെ ഒരുമാതിരി അറിവാകുമ്പോൾ അപ്പം മുറിയൊക്കെ അവരല്ലേ വലിപ്പം പേർക്ക് കണ്ടറിയാൻ മേലാതെ ശരിക്കും അറിയാൻ മേലാതെയൊക്കെ ഉണ്ട്. എന്നാലും അവർ മുറിക്കും. അതുകൊണ്ട് അവരാ വിളിച്ചോണ്ടിരുന്നല്ലേ? അവർക്കാകുമ്പോൾ ഓർമ്മയുണ്ട് നല്ല പോലെ ചെയ്യേണ്ടതൊക്കെ എങ്ങനെയൊക്കെയാണുള്ളത്. അപ്പം അമ്മ കിടന്ന് ഉറങ്ങി എങ്ങനെ നീ പാല് കാച്ചണ്ടേ? ഒത്തിരി പോകണ്ടേ അപ്പം മുറിക്കണ്ടേ? അപ്പം മുറിക്കണം. പാല് കാച്ചണ്ടേ? അമ്മ കിടന്നാൽ എങ്ങനെയാ പാല് കാച്ചണേ? അമ്മ കിടന്നാൽ എങ്ങനെയാ പാല് കാച്ചണേ? പാലുണ്ടാക്കണ്ടേ? കിടന്ന പാലുണ്ടാക്കണ്ടേ? പാല് കാച്ചണ്ടേ? പാലോ? അത് കാച്ചാൻ മാത്രം താമസമൊന്നുമില്ല. അപ്പം കിടന്ന് ഉറങ്ങിപ്പോയാനായിരിക്കും. അത് ഇച്ചിരി ഇത് കൂട്ടൊക്കെ ഓല കഴുകി കണ്ടിച്ച് കുരിശിട്ട് പിന്നെ ഇച്ചിരി അരിപ്പൊടി ഒക്കെ പാലിനകത്തിട്ട് കാച്ചിയപ്പോൾ തേങ്ങായും തേങ്ങാപ്പാലും പിഴിഞ്ഞു. തേങ്ങാപ്പാൽ പിഴിയണ്ടേ? ചേരണ്ടേ? തേങ്ങ ചേരണ്ടേ? തേങ്ങ ചേരണ്ടേ? തേങ്ങ ചേരണ്ട് പാല് പിഴിയണം. അതിപ്പോൾ സമയം വേണ്ടേ? ഇപ്പം അമ്മ കിടന്ന് ഉറങ്ങി എങ്ങനെയാ പറ്റുന്നേ? അതൊക്കെ ചെയ്യണം. ഇപ്പം ഉറങ്ങി സമയം പോയില്ലേ? അതൊക്കെ വലിയ ജോലിയുള്ള കാര്യമൊന്നുമല്ല. പെട്ടെന്ന് കഴിയുന്ന കാര്യമാണ്. ഇപ്പം പണ്ടേ ചെയ്യേണ്ടതാ. അതല്ലേ പറഞ്ഞേ. അമ്മ പിന്നെ കിടന്ന് ഉറങ്ങി എങ്ങനെയാ പറ്റുന്നേ? പിന്നെ എന്നാലും അപ്പം മുറിക്കാൻ വരുമ്പോൾ സമയം പിന്നെയും പോയല്ലേ. അതാ ചോദിച്ചേ. പിന്നെ കിടന്ന് ഉറങ്ങിയാൽ എങ്ങനെ ശരിയാകുന്നേ? ഇനിയിപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടില്ല ഉള്ളൂ. 1 വർഷം കഴിഞ്ഞേ ഉള്ളൂ. പിന്നെ ഹിന്ദുക്കളായിട്ട് ജീവിക്കുന്നവർക്കൊക്കെ അപ്പം ഒക്കെ കൊടുക്കണം. അപ്പം ഏക്ക് പാല് കാച്ചണ്ടേ? ഏക്ക് പാല് കാച്ചണ്ടേ? പാല് ഉണ്ടാക്കണ്ടേ? തേങ്ങാപ്പാൽ പിഴിഞ്ഞ് പാലുണ്ടാക്കണ്ടേ? തേങ്ങ ചിരണ്ടി പാല് പിഴിഞ്ഞെടുത്തിട്ട് ശർക്കര ഉരുക്കി ചേർത്ത് പാലുണ്ടാക്കാൻ സമയം എടുക്കുകയല്ലേ? അങ്ങനെ പാല് കൊടുക്കുന്നില്ല. ഇല്ല. അത് ക്രിസ്ത്യാനികൾക്ക് മതി. ക്രിസ്ത്യാനികൾക്ക് മാത്രമേ ഉള്ളൂ. ഏക്ക് അവർക്ക് അപ്പം മാത്രം കൊണ്ടു കൊടുത്താൽ മതി. അപ്പം മാത്രം കൊടുത്താൽ മതി അല്ലേ? അപ്പം ഏക്ക് ഇതുണ്ടാക്കണ്ടേ? അപ്പം പിന്നെ പാല് കാച്ചതും കൊടുക്കും കുറച്ചൊക്കെ. ശകലം കൊടുക്കും. നമ്മളൊക്കെ കൊടുക്കുമായിരുന്നു കുറച്ച്. അവർക്കത് മുക്കി തിന്നണ്ടേ? പിന്നെ നമുക്ക് കഴിക്കണ്ടേ? മാംസം മാത്രം കൊടുത്തിട്ട് കാര്യമുണ്ടോ? ചോരയും കൂടെ കൊടുക്കണ്ടേ? മാംസം മാത്രം കൊടുത്തിട്ട് കാര്യമില്ലോ, രക്തം കൂടെ കൊടുക്കണ്ടേ? പിന്നെ ഏക്ക് നമുക്ക് ഉണ്ടാക്കണ്ടേ? നമുക്ക് ഉണ്ടാക്കണ്ടേ? ഉണ്ടാക്കണ്ടേന്ന് പിന്നെ അതൊക്കെ ഉണ്ടാക്കിയോളൂ. ആര്? അവിടെ അന്നമ്മയില്ല. അന്നമ്മേ? പിന്നെ പെൺപിള്ളേരുമുണ്ട്. ആരൊക്കെ? അവരൊക്കെ നോക്കിയൊക്കെ ചെയ്യിക്കോളും. പെണ്ണുപിള്ളേർ ആരൊക്കെ? തേങ്ങായും വെച്ചൊക്കെ ചാച്ചന് അവിടെ ഉണ്ടെങ്കിൽ ചിരണ്ടി തരും. പിന്നെ നമ്മൾ പിഴിഞ്ഞൊക്കെ എടുത്താൽ മതി. പെണ്ണുങ്ങൾ ആരൊക്കെയാ ഇവിടെ ഉള്ളത്? പെണ്ണുങ്ങൾ ആരൊക്കെയാ ഉള്ളത്? ആരാ? പെണ്ണുങ്ങൾ ആരൊക്കെയാ ഉള്ളതെന്ന്? പെൺപിള്ളേര് പെണ്ണുങ്ങളോ? അമ്മയൊക്കെ ആയിട്ട്. അമ്മയാണോ? അമ്മയുണ്ട്. ഇളയ പെൺപിള്ളേരില്ലേ? ഏതാ ഇളയ പെൺപിള്ളേരെ പേരെന്നാ? കൂടെ കൂടി എടുക്കും. അവരുടെ പേരെന്നാ? ഇളയ പെൺപിള്ളേരെ പേര് അവരുടെ പേരെന്നാന്ന്? ഇളയ പെൺപിള്ളേരുടെ പേര്? അമ്മയുടെയോ? പെൺപിള്ളേരുടെ. പിള്ളേരിപ്പം എൽസി, വീണ, പിന്നെ കുട്ടിപ്പെണ്ണ്, ചേച്ചിയുടെ പേര് മൂത്ത ചേച്ചിയുടെ പേര് ത്രേസ്യമ്മ,
ഇങ്ങനെയല്ലേ. അതെ, ഇവരൊക്കെ കൂടുവോ? ത്രേസ്യാമ്മയെ കെട്ടിച്ചു വിട്ടില്ലേ? ത്രേസ്യാമ്മയെ കെട്ടിച്ചു വിട്ടില്ലേ? ത്രേസ്യാമ്മ ഇങ്ങനെ വരുമോ? പിന്നെ അയലോക്കത്തൊക്കെ എല്ലാവരൊക്കെ മരിച്ചു പോയാൽ നമുക്ക് അപ്പമൊക്കെ പുഴുങ്ങി കൊടുക്കണം. കൊടുക്കണം. അത് ക്രിസ്ത്യാനികളുടെ വീട്ടിൽ വഴിയല്ലേ അല്ലേ? പിള്ളേരെ കളിക്കുന്ന പോലെ. എന്നാ മോളെ അമ്മക്ക് ചായ ചായ കൊണ്ട് വന്നാണോ? ഞങ്ങളിവിടെ അപ്പം പുഴുങ്ങാനായിട്ട് പാല് കാച്ചാനിരിക്കുവോ, അന്നേരത്തേനാ നീ ചായ കൊണ്ട് വന്നു. അങ്ങോട്ട് വരുന്നുണ്ടോ? ടേബിളേ വരുന്നുണ്ടോ? അങ്ങോട്ട് വരുന്നുണ്ടോ കസേര ഇരിക്കാൻ? വീട്ടിലോട്ടോ? ഇവിടെ. ബാ. ആണോ? ചേച്ചിയാണോ? ആണോ? ചെരുപ്പൊക്കെ ഇടണം. പിന്നെ ചെരുപ്പ് വേണ്ട, അല്ല കാല വല്ലതും കൊള്ളിയല്ലേ? ചെരുപ്പ് ഇടണം, അല്ല കാല വല്ലതും കൊള്ളും. ഇടണമെന്നേ, അല്ലെങ്കിൽ കാല വല്ലതും കൊള്ളിയല്ലേ? പിന്നെ കാല വല്ലതും മുള്ളൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ പണിയായില്ലേ? നാളെ കുഞ്ഞമ്മയുടെ കാല മുള്ളു കൊണ്ടുപോകല്ലേ? അതുകൊണ്ട് മുള്ളൊക്കെ കൊള്ളാതെ പോണ്ടേ? മുള്ളൊക്കെ കൊള്ളാതിരിക്കണേലേ ചെരുപ്പ് വേണം. ഞാൻ അമ്മയ്ക്ക് പറഞ്ഞ എടുത്തിട്ടില്ല കേട്ടോ. അതിനാന്ന് ചോദിച്ചാൽ അമ്മ തിന്നിയല്ല, അതുകൊണ്ട് പകുതി തിന്നിട്ട് പിന്നെ തരാം. അതിനാ അമ്മയൊക്കെയല്ലേ മോളെ? അമ്മയല്ലേ അമ്മ? ഉണ്ടോ? സിറപ്പ് കൊടുത്തായിരുന്നോ? രാവിലെ കൊടുത്തായിരുന്നോ സിറപ്പ്? അമ്മയാ രാവിലെ ഇവിടെ നിക്കുന്ന കേട്ടോ. അമ്മയാ നിക്കുന്നത്. ചായ കുടിക്കും അമ്മ. പൊള്ളല്ലേ? എടുത്തോടെ കണ്ടോ? നിനക്ക് പേടിച്ചല്ലേ? അമ്മ അപ്പം മുഴുങ്ങുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. എല്ലാവരെയും അപ്പം മുഴുങ്ങാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ല, ഇപ്പം അമ്മ പറഞ്ഞ എന്നൊക്കെ ചെയ്യണം. മനസ്സിലാക്കാത്തവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ചാച്ചൻ നേണ്ടിരിക്കുന്നത് അവിടെ മോളി കയറിയിപ്പ മോളി കയറി നമുക്കിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അയ്യോ, അപ്പം മുറിക്കാൻ സമയമായില്ല. ഇനി എത്ര നാള് കിടക്കണം ഈസ്റ്റർ പ്രസായിക്ക്? അവർക്ക് കിടക്കണ്ടേ? പിള്ളേർക്ക് കിടക്കണ്ടേ? പിള്ളേർക്ക് കിടക്കാനുള്ള മുറികളൊക്കെ ഇവിടെ ഉണ്ട്. മുറിയല്ല, അപ്പം മുറിച്ചാലേ കിടക്കാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞേ. അല്ല, പിള്ളേർ കിടക്കണമെന്നല്ല പറഞ്ഞേ. അപ്പം മുറിച്ച് തിന്നതിന് ശേഷം വേണമല്ലോ കിടക്കാനല്ലേ? അതെനിക്ക് പിടുത്തം കിട്ടിയില്ല കേട്ടോ. അവിടെ അതിലേക്കും വണ്ടിയൊന്നുമില്ല. വഴിയൊക്കെ ടാർ ചെയ്തു. അതുകൊണ്ട് ഇനി വഴിയെ കുടുകുടുക്ക് വെക്കാതെ പോവാം. എത്ര നാൾ കാണുമെന്ന് അറിയത്തില്ല. ചൂടാ ചൂടാ ചൂടാ. ഇനിയുണ്ടോ? അമ്മ ഇന്ന് പ്രാർത്ഥിച്ച എല്ലാവർക്കും വേണ്ടിയല്ലേ? ഒത്തിരി പേര് അമ്മയോട് ഇന്ന് പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേരേ, അമ്മയുടെ മക്കൾ ഒത്തിരി പേര് ഇന്ന് അമ്മയുടെ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ടായിരുന്നു, അമ്മയോട് പ്രാർത്ഥിക്കണം എന്ന് പറയാൻ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ പ്രാർത്ഥന എടുത്തത്. വന്ന് അമ്മയോട് പ്രാർത്ഥിക്കണം എന്ന്. പഠിക്കുന്ന +2 പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ അതെ അമ്മയോട് പറയുകയെ ചെയ്തേ. പിന്നെ അമ്മ എല്ലാവർക്കും വേണ്ടിയല്ലേ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ തന്നെ ഒതുക്കി ഇരുന്ന് പോയ പ്രാർത്ഥന പോലെ എല്ലാവർക്കും വേണ്ടി ചെയ്യണം അല്ലേ? അറിയില്ല മോളെ. അപ്പം മുറിച്ച് കൊടുക്കണ്ടേ? അപ്പം മുറിക്കാറായില്ലമ്മേ. അപ്പം മുറിക്കണമെങ്കിൽ പെസഹയല്ലേ, ഏപ്രിലോ മാർച്ചിലെങ്ങാണ്ട. കറക്റ്റ് എനിക്ക് അറിയത്തില്ല, കലണ്ടർ വരണം. എന്നാ ഏപ്രിൽ അല്ലെങ്കിൽ മാർച്ചില്. ഇപ്പൊ ക്രിസ്മസ് ആണ്. ക്രിസ്മസ് അടുത്ത ബുധനാഴ്ച ക്രിസ്മസ്. ഇതിൽ ഇന്നാണോ കരോൾ? അറിയോ? അറിയത്തില്ലല്ലോ.
ഇന്നലെ സെൻറ്റ് ജോൺസ് നമ്മുടെ മാർസിലി അവാർഡില്ലായിരുന്നു. രാജുവിനറിയായിരിക്കും. പുള്ളിയുടെ വെച്ചു ആദ്യം നമ്മുടെ വീട്ടിൽ വരും ആൽഫോൻസ് ആണെങ്കിൽ. നീ കഴിക്ക്. കഴിക്കാം. ചുമയൊക്കെ കുറഞ്ഞില്ലേ? ചുമയൊക്കെ കുറഞ്ഞില്ലേ? കുറവുണ്ട്. മരുന്ന് കഴിച്ചോണം. ഇന്നലത്തെ പോലെ ഇട്ട് കറക്കരുത്. അപ്പൊക്കെ തിന്നാൻ വരാൻ. അപ്പം പുഴുങ്ങണ്ടേ? അപ്പം പുഴുങ്ങിയില്ലല്ലോ. അത് പോണ്ടല്ലേ? ആണോ? പപ്പ പുഴുങ്ങിയില്ലേ? ഇല്ല, നിന്നെ അപ്പം പുഴുങ്ങണ ദിവസം അല്ലമ്മേ. അപ്പം പുഴുങ്ങാൻ അമ്മ അവിടെ കിടന്ന് ഉറങ്ങിയാൽ പിന്നെ അപ്പം പുഴുങ്ങാൻ പറ്റുമോ? പിന്നെ അപ്പം മുറിക്കാനുള്ള അപ്പം ഇന്ന് ഒന്നും ഇന്ന് അപ്പം ഇന്ന് പെസക അല്ല. പെസക ഇനി 3-4 മാസം കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ അപ്പം പുഴുങ്ങി മുറിക്കും കേട്ടോ. അടുത്തയാഴ്ച ക്രിസ്മസ്, അടുത്ത ബുധനാഴ്ച. ക്രിസ്മസ് കഴിഞ്ഞിട്ടല്ലേ പെസക വരുന്നത്? അങ്ങനെയല്ലേ? ക്രിസ്മസ് കഴിഞ്ഞിട്ടല്ലേ ഈസ്റ്റർ വരുന്നേ? അങ്ങനെയല്ലേ മേ? പെസക ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ പിന്നത്തെ ദിവസങ്ങളൊക്കെ? ഈ ദുഃഖവെള്ളി ഈസ്റ്ററൊക്കെ. പെസകയാണ് ഏറ്റവും വലിയ വിലപ്പെട്ട ദിവസം. എത്ര വണ്ടിയാ പോകുന്നത്? വണ്ടി പോട്ടെന്നേ. രാത്രിയോ? രാത്രിക്കാണ് അമ്മ ചായ കുടിക്കണം. അപ്പം മുറിക്കാനൊക്കെ പോകണമായിരിക്കും. അപ്പം മുറിക്കാൻ ഉച്ചയ്ക്ക് അപ്പം മുറിക്കാൻ പോണേ. കുടുംബം അത് ഓരോ ജോലി കഴിഞ്ഞ് പോണവരൊക്കെ വേറെ വേറെ താമസിക്കുന്ന എല്ലാവരും കുടുംബം അടച്ചു വരികയല്ലേ. പിന്നെ എല്ലാവരും വരും. വീട്ടിലൊരു മേളമല്ലേ? ഇങ്ങോട്ട് പോകണമല്ലോ. അതിനകത്ത് അപ്പം മുറിക്കണ്ടേ? അമ്മ അപ്പം മുറിക്കണ ദിവസം അല്ല, പെസക അല്ല കേട്ടോ. ഇന്ന് പെസക ഇനിയുണ്ട്, 3-4 മാസം കൂടി ഉണ്ട്. ആര് പറഞ്ഞു? അതേന്ന് ഞാനാ പറഞ്ഞത്. എല്ലാവർക്കും അങ്ങനെ അറിയാം. അച്ഛൻ പറഞ്ഞോ? അച്ഛനും പറഞ്ഞിട്ടുണ്ട്. 3-4 മാസം കൂടി ഉണ്ട്. 3-4 അങ്ങനെ പതിവ് ഉണ്ടായിട്ടില്ല. ആര് പറയും? പതിവിനെ നടക്കുള്ളൂ. പതിവിനെ നടക്കുള്ളൂ. നടക്കുന്നത് ആ പതിവിനല്ലേ നടക്കുള്ളൂ. നിങ്ങൾ കഴിക്കുന്നുണ്ടോ? ഇതും കൂടെ കഴിക്കുന്നുണ്ടോ? മതി, കഴിച്ചോ. എന്നാ കുറച്ചും കൂടെ തരാം. പിള്ളേർക്കൊക്കെ മതി, അവർക്ക് കൊടുത്തുന്ന ഇതും കൂടെ തിന്നു. ഞാൻ ഇതങ്ങ് ഞെക്കിയപ്പോ സാധനം ഒന്നും ഇല്ലാണ്ടായി. അതൊക്കെ അത്രേ ഉള്ളൂ. പുളിപ്പിച്ചുണ്ടാക്കണല്ലേ. വീട്ടിലേക്ക് പോകണ്ടേതാണല്ലോ. വീട്ടിലേക്ക് പോകണ്ടേതാ. വീട്ടിലോട്ടൊന്നും പോക്ക് ആരാ കൊണ്ടുപോണേ? മകനെ വിളിക്ക്. അമ്മയുടെ മകനെ വിളിക്ക് കൊണ്ടുപോവാൻ. ആരാ കൊണ്ടുപോണേ? ആരെപ്പം വിളിക്കണ്ടേ? സാബുമാനെ വിളിക്കണോ? ഉച്ചയ്ക്കൊക്കെ പോയപ്പോ സാബുമാനെ വിളിക്കണോ? അവർക്കറിയത്തില്ല. അത് ജോമോനെ വിളിക്കണോ? ആരെയമ്മ വിളിക്കണ്ടേ? ജോമോനും വരാൻ പറ്റിയതായിരുന്നു. വരിയല്ലേ? അവനീ പാലു അവിടുത്തെ പരിപാടി ഇതാണ്. എവിടുത്തെ? വീട്ടിലെ പരിപാടിയൊക്കെ അവനാണ് നടത്തുന്നേ. അപ്പം മുറിയും കാര്യങ്ങളൊക്കെ. അത് ശരി. അവിടെ പെണ്ണുങ്ങളാരും ഇല്ലേ? അപ്പം ഉണ്ടാക്കാനൊന്നും പെണ്ണുങ്ങളില്ലേ? ഈ ജോമോനാണോ ഈ അപ്പം ഒക്കെ ഉണ്ടാക്കണേ? അല്ലെന്നേ പുഴുങ്ങാനല്ലാതെ ഉള്ളോ? പുഴുങ്ങൂല്ല. പിന്നത്തെ കാര്യമല്ല ആണുങ്ങൾ. ഇവിടെ ഒന്നും ആണുങ്ങളൊന്നും നടത്താറൊന്നുമില്ല. ഇവരെ മുറിക്കണ സമയത്ത് വരുത്തുള്ളൂ. മുറിക്കണ കാര്യം അമ്മ പറഞ്ഞു. നീ എന്നാ പറഞ്ഞു? ഞങ്ങൾക്ക് അങ്ങനെയല്ല. ആർക്ക് കൊടുക്കണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും ഒക്കെ ആണുങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നേ. ഈ വർഷം ജോമോനെ കൊണ്ട് വേണം ഇതെല്ലാം ചെയ്യിപ്പിക്കാൻ ഇവിടെ കേട്ടാ. ജോമോനെ കൊണ്ട് ഈ വർഷം നമുക്ക് ഇവിടെ എല്ലാം ചെയ്യിപ്പിക്കണം. അപ്പം ഉണ്ടാക്കുന്നതും മുറിക്കുന്നതും സാവിച്ചേട്ടായി അമ്മേ.
ജോമോനൊന്നും അപ്പം മുറിക്കുന്നില്ല, സാവിച്ചേട്ടായാ മുറിക്കുന്നത്. മുറിച്ചാൽ മതി എല്ലാ കാര്യത്തിനും. സാവിച്ചേട്ടയുടെ വീട്ടിൽ നിന്ന് സാബുമോന്റെ വീട്ടിലൊന്ന് പോയാലോ ഒരു ദിവസം? സാബുമോന്റെ വീട്ടിലൊന്ന് പോകാം. പോകാന്നോ? ആ പറഞ്ഞോ? എല്ലാവർക്കും ഒന്ന് അമ്മേനെ സാബുമോന്റെ വീട്ടിലൊന്ന് കൊണ്ട കാണിക്കണം എന്ന് പറഞ്ഞു. അതിനവിടെ അമ്മയ്ക്ക് അമ്മേനെ എവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ഭയങ്കര അവര് പറയും എപ്പോഴും. ഒരു ദിവസം പോയാലോ? കൊണ്ടുപോകാന്ന് പറഞ്ഞ അമ്മേനെ ഒന്ന് കൊണ്ടുപോകണമെന്ന്. ഞാൻ പോയി. അമ്മ വരും കേട്ടോ. എന്നാ ഈ ദിവസങ്ങളിൽ ഒരു ദിവസം അമ്മേനെ ഒന്ന് കൊണ്ടുപോകണം കേട്ടോ. അവരും കൂടി അവിടെ ഉള്ള ദിവസം നോക്കിയിട്ട്. അമ്മ തന്നെ പോയിക്കൊണ്ടിരുന്നല്ലേ? ഇപ്പൊ അതൊക്കെ മറന്നുപോയില്ലേ തന്നെ പോക്കൊക്കെ? അപ്പൊ നമ്മള് കൊണ്ടുപോയാലേ പോവുള്ളൂ. പെണ്ണുങ്ങളെല്ലാരും ഉണ്ടല്ലോ അല്ലേ? ഏതൊക്കെ പെണ്ണുങ്ങളാ? വന്ന പെണ്ണുങ്ങളാണോ അമ്മേ? അല്ലേ വീട്ടില് വന്ന പെണ്ണുങ്ങളാണോ ഉദ്ദേശിച്ചേ? വല്ല പെണ്ണുങ്ങൾ മാത്രമേ ഇല്ലല്ലോ. പിന്നെ രണ്ടുപേരല്ലാവുള്ളൂ. ആരൊക്കെയാ ഉള്ളേ? ആരൊക്കെയാ അത്? രണ്ടുപേരല്ലാവുള്ളൂ. ആരൊക്കെയാ? പേര് മറന്നുപോയി. ആരുടെ ഭാര്യമാരാ? രണ്ടുപേര്. ആരാ രണ്ടുപേര്? ആരാ അമ്മയുടെ മക്കളുടെ? ആരാ രണ്ടുപേര്? പേര് പറഞ്ഞേ. ഒന്ന് സാവും ഒന്ന് യോബോനാണോ ടോമിയാണോ അറിയത്തില്ല. ടോമി പിന്നെ എവിടെയായാലും പോവും. നിങ്ങളുടെ ചായയൊക്കെ തണുത്ത് എടുത്തു കുടിക്കും. മതി, പാക്കറ്റ് പാലാണ് മേടിച്ചത്. ഏതാ? മിൽമയുടെ? മിൽമയല്ല, ഇവിടെ നിന്നുള്ള ജീവനാ. ചൊവ്വയെ എനിക്കിഷ്ടമില്ല. കുടിച്ചില്ലെന്നേ. ഇവിടെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും പിന്നെ സമയം പോയി. എടാ, നിന്റെ സമോസ വേണ്ടേ? എന്നാ എടുത്ത് തിന്നോ. നാളെ ഞാൻ കുഞ്ഞാട്ടന്റെ വീട്ടിൽ പ്രാർത്ഥനയുണ്ട്, പോകാൻ പറ്റിയിട്ടെ.